അതിനെ ഞാൻ വളരെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാര്യം നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ യൂണിറ്റ് ഈ ഡോക്യുമെന്റേഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ യൂണിറ്റ് ഒരു ഗൃഹസമ്പർക്ക പരിപാടി നടത്തുകയാണെങ്കിൽ ആ വീട്ടിൽ ചെന്നിരുന്ന് ഈ ഡോക്യുമെന്റുകളെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് സ്പർശ സേവന കേന്ദ്രത്തിൽ, നമ്മുടെ DPDOയിലുള്ള സ്പർശ സേവന കേന്ദ്രത്തിൽ പോയി അതിൻ്റെ ക്ലിയറാക്കി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. അതിന് ക്ലിയർ ആക്കണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സൈനിക ക്ഷേമ ഓഫീസ് വഴി പോകേണ്ടുന്ന ഡോക്യുമെന്റ്സ് സൈനിക ക്ഷേമ ഓഫീസ് വഴി തന്നെ അയച്ച് അത് റെക്കോർഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തമായ ഒരു കോപ്പി അയച്ചു കൊടുത്താലും സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത കോപ്പി ആയിരിക്കണം അത് അയച്ചു കൊടുക്കുന്നത്. സൈനിക ക്ഷേമ ഓഫീസ് വഴി അയക്കാത്ത കോപ്പികളൊന്നും അവർക്ക് സ്വീകരിക്കാറില്ല. ഒരു റെക്കോർഡ് ഓഫീസ് സ്വീകരിക്കാറില്ല. തിരിച്ചു വന്നേ. പിന്നെ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ സൈനിക വഴി പോകാൻ പറഞ്ഞു. സൈനിക വഴി പോയി അവരപ്പോഴേ പറഞ്ഞു എഴുതി റെഡിയാക്കി തന്നു. പക്ഷേ 5 മാസം അല്ല, അതാവും സാർ, അതാവും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇപ്പൊ സാറിനെ പോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാരുടേതാണ് ഇന്ന് അവിടെ ചെന്ന് കെട്ടിക്കിടക്കുന്നത്. അപ്പൊ അവർ ഒരു സൈഡിൽ നിന്ന് അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞത്. ഇപ്പൊ ഏകദേശം ഒരു 80% നമ്മുടെ ആർമി വിങ്ങിലെയും നേവിയുടെയും ആൾക്കാരുടെ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഡോക്യുമെന്റേഷനിൽ അപാകത എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എയർഫോഴ്സുകാരുടെയാണ്. എയർഫോഴ്സിൽ സീനിയർ മെമ്പർമാര്, ഇപ്പം എന്റെ യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് 80 റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുടെ പോലും ഡോക്യുമെന്റേഷനിൽ അപാകതകളുണ്ട്. അപ്പൊ ഞങ്ങൾ ആ അപാകതകൾ ഞങ്ങൾ തീർച്ചയെടുത്ത് ഈ സൈനിക ക്ഷേമ ഓഫീസ് വഴിയും DPDO വഴിയും ഞാൻ സ്വന്തമായിട്ട് സാറിന്റെ ഞങ്ങളുടെ സാറിന്റെ അയച്ചിട്ടുണ്ട്. ഇതുവരെയാണ് 3 വർഷക്കാലമായിട്ട് അതിന്റെ പുറകിലാണ്. ഇതുവരെയും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഇതെല്ലാം നമുക്ക് ആവും. ഇതൊന്നും ബുദ്ധിമുട്ടുണ്ട്, ആവും. നമുക്ക് റിമൈൻഡറുകൾ അയച്ചുകൊണ്ടിരിക്കുക. ഒരു 3 മാസം കൂടുമ്പോൾ റിമൈൻഡർ അയക്കുക, തീർച്ചയായിട്ടും ആവും. അപ്പൊ പിന്നെ പേരിനകത്തുള്ള അപാകത സാറ് ടെൻഷൻ എടുക്കണ്ട. പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ കല്യാണി ലളിതയായി പോയെങ്കിൽ അത് വ്യത്യാസമാണ്. ഇപ്പൊ കല്യാണി K എന്നുള്ളത് കല്യാണി C ആയിട്ടുണ്ടെങ്കിൽ അതിന് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അതൊരു ഒന്നാം സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. അത് അല്ല, അത് കൊറിയൻ BPL വന്നില്ലെങ്കിൽ സാറിന് പ്രശ്നമില്ല. അത് സാധനം വെരി ക്ലിയർ ആയിക്കോളും. സാറിന് ഡോക്യുമെന്റ് സാർ അയച്ചിട്ടുള്ള സാധനം മാത്രം കൈ വെച്ചിരുന്നാൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്തെല്ലാം ക്ലിയർ ആയിക്കോളും. ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നീട് നമ്മുടെ ഈ അവകാശങ്ങളെ കുറിച്ച്, ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇനി അടുത്തുള്ളത് ഇപ്പൊ 8th പേ കമ്മീഷൻ. അതിനകത്ത് വരുന്ന കാര്യങ്ങളൊന്നും, ഈ യൂട്യൂബുകളിൽ വരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കേണ്ട. അതിന് കൃത്യമായി ഗവൺമെന്റ് തന്നെ ഒരു പിന്നെ വിജ്ഞാപനം ഇറക്കും. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ യൂട്യൂബിൽ അതിനെക്കുറിച്ച് ദിവസേന പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് മലയിടിഞ്ഞു വീഴുന്നു, അതിലേക്ക് സ്വർണ്ണക്കട്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും വരുന്നുണ്ട്. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളില്ല. അതിനെയൊക്കെ കൃത്യമായി അത് ഒരു സമയം എടുക്കുമെങ്കിലും വരും. അതല്ല പിന്നെ